ഈ കാണുന്ന വർക്കിംഗ് ടേബിൾ നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്തു എന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. 4 അടി ചുറ്റളവുള്ള എക്സ്പോസ്ഡ് ആയിട്ട് ഒരു ലൊക്കേഷനിൽ നിന്നും നല്ലൊരു തേക്ക് കണ്ടെത്തി 6 അടി സൈസിലുള്ള വുഡ് ലോഗ്സ് ആക്കി മാറ്റി. ഈ വുഡ് ലോഗ്സ് 7 ഡേയ്സ് മിനിമം സീസൺ ചെയ്താൽ സ്ട്രെങ്ത് കൂടുമെന്നാണ് പറയാറ്. അങ്ങനെ 7 ഡേയ്സിന് ശേഷം വുഡ് പ്ലാങ്ക്സ് ആയി ട്രിം ചെയ്തെടുത്തു. ട്രിം ചെയ്ത വുഡൻ പ്ലാങ്ക്സ് തമ്മിൽ ജോയിൻ ചെയ്ത് 6 അടിക്ക് 3 അടി സൈസിലാക്കി മാറ്റണം. വർക്കിംഗ് ടേബിൾ ആയതുകൊണ്ട് സ്വിച്ച് ബോക്സ് പ്രൊവിഷൻസും നമ്മൾ കൊടുത്തു. വുഡൻ പ്ലാങ്ക്സിൻ്റെ എഡ്ജ് നമ്മൾ റീറ്റെയിൻ ചെയ്താൽ ഇതുപോലെ നാച്ചുറൽ ഷേപ്പിലായി എടുക്കാം. സെക്കൻഡ് ഹാഫ് ഇനി ഫാബ്രിക്കേഷൻ യൂണിറ്റിൽ. നമ്മുടെ ടേബിൾ ടോപ്പ് 2 ഇഞ്ചസ് തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള GI പൈപ്പ് പ്രോപ്പർ ആംഗിൾ ആൻഡ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തു. ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി കട്ടിംഗ് എഡ്ജസ് എല്ലാം ഗ്രൈൻഡ് ചെയ്തെടുത്തു. ജോയിൻറ്റ് ക്രോസ് ചെക്ക് ചെയ്ത് വെൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം. സ്ക്രൂ ഇൻസേർട്ട് ചെയ്യാനായി ഹോൾസും നമ്മൾ ലേത്ത് ചെയ്തെടുത്തു. സ്പോട്ട് വെൽഡിങ്ങിന് ശേഷം ആംഗിൾസ് ആൻഡ് മെഷർമെൻറ്റ് ക്രോസ് ചെക്ക് ചെയ്യണം. ഫൈനൽ വെൽഡിങ്ങും ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ജോയിൻറ്റ് കാണാത്ത രൂപത്തിലാക്കണം. ഒരു കോട്ട് എപ്പോക്സി ആൻഡ് 2 കോട്ട് പെയിൻറ് കൊടുത്താൽ കൂടുതൽ ഫിനിഷിംഗ് കിട്ടും. 1 മണിക്കൂർ ഡ്രൈ ആവാൻ വേണ്ടി കാത്തിരുന്നു. സ്ക്രൂസും കൊടുത്ത് സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റി. യെസ്, ആൻഡ് ഫൈനലി അവർ വർക്കിംഗ് ടേബിൾ ഈസ് റെഡി.